നമസ്കാരം. സംസ്ഥാനത്ത് സൈലന്റ് കില്ലറായി മാറിയിരിക്കുകയാണ് എലിപ്പനി. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന എലിപ്പനി മരണക്കണക്കാണ്. 121 എലിപ്പനി മരണമാണ് ഈ വർഷം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 102 പേരുടെ മരണം എലിപ്പനി മൂലമാണെന്ന് സംശയിക്കുന്നുമുണ്ട്. ഏറ്റവും കൂടുതൽ പേരുടെ ജീവനെടുത്ത പകർച്ചവ്യാധിയും എലിപ്പനി തന്നെയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളും നിരീക്ഷണവും താഴെത്തട്ടിൽ പാളിയെന്നതിൻ്റെ തെളിവായി മാറുകയാണ് ഈ കണക്കുകൾ. എക്കാലത്തെയും ഉയർന്ന എലിപ്പനി കണക്കാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ജൂണിൽ 18 പേരും ജൂലൈയിൽ 27 പേരും ആഗസ്റ്റ് 21 വരെ 23 പേരുമാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. 1916 പേർക്ക് എലിപ്പനി രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ 1565 പേർക്ക് എലിപ്പനി രോഗം ബാധിച്ചതായി സംശയിക്കുന്നുണ്ട്. കൂടാതെ 121 എലിപ്പനി മരണം സ്ഥിരീകരിച്ചപ്പോൾ 102 പേരുടെ മരണം എലിപ്പനി മൂലമാണെന്നും സംശയിക്കുന്നുണ്ട്. ഇത് എത്ര ഉയർന്ന കണക്കാണെന്ന് മനസ്സിലാകണമെങ്കിൽ മുൻ വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കണം. കഴിഞ്ഞ വർഷം സംസ്ഥാനത്താകെ 831 പേർക്കായിരുന്നു എലിപ്പനി സ്ഥിരീകരിച്ചിരുന്നത്. 39 മരണവും സ്ഥിരീകരിച്ചു. 2022 2482 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതിൽ 121 പേരായിരുന്നു മരിച്ചത്. പ്രളയമുണ്ടായ 2018 പോലും സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 32 പേർക്ക് മാത്രമാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. പ്രളയം ആവർത്തിച്ച 2019 14 പേരായിരുന്നു എലിപ്പനി മൂലം മരിച്ചത്. എലിപ്പനിക്കെതിരെ ഫലപ്രദമായ പ്രതിരോധ മാർഗവും ചികിത്സയും നിലവിൽ സംസ്ഥാനത്തുണ്ട്. എന്നിട്ടും രോഗക്കണക്ക് ഉയരുന്നതിൻ്റെ കാരണം താഴെത്തട്ടിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിലും നിരീക്ഷണത്തിലുമുള്ള പോരായ്മയാണ് എന്നാണ് ആക്ഷേപം.